ഐറിസ ചായ. ചായ. മമ്മി ചായ. എഡ്വിൻ റെഡി ആയായിരുന്നോ? ആഡം എന്തി? അവന് നമ്മളെ ഒന്നും ഇപ്പൊ വേണ്ടല്ലോ. അതെന്താ മമ്മി അങ്ങനെ ഒരു ടോക്ക്? നീ എന്നോടൊന്നും മിണ്ടണ്ട. എന്റെ മമ്മിയോടല്ല ഞാൻ പിന്നെ ആരോടും മിണ്ടാനാ? നീ ഈ ഒരാഴ്ച നിനക്ക് എന്നെ വേണ്ടായിരുന്നല്ലോ. അത് പിന്നെ മമ്മി കുറച്ച് ബിസി ആയോണ്ടല്ല, അല്ല ഞാൻ എന്റെ മമ്മീസിനോട് മിണ്ടായിരിക്കൂ. നീ എഡ്വിനെ കണ്ടുപാടി, അവൻ എന്നോട് സമയമില്ലേലും വന്ന് സംസാരിക്കും. ക്ഷമിക്കും മമ്മി, ഇനി ഇങ്ങനെ ഉണ്ടാകത്തില്ല. എന്റെ സ്വീറ്റി മമ്മിയല്ലേ. പോടെ ചെറുക്കൻ. ആഡമേ മമ്മിയുടെ നാളെ നോക്കി. നിനക്കൊന്ന് ഓഫീസിൽ പോകണ്ട, മര്യാദയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് പോയേ. വേണ്ട മമ്മി, ഞങ്ങൾ ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചോളാം. അല്ലേലും ഞാൻ ഉണ്ടാക്കുന്നതൊന്നും നിനക്കൊന്നും ഇറങ്ങത്തില്ലല്ലോ. അതുകൊണ്ടൊന്നും അല്ല എന്റെ മമ്മിയെ, ടൈം ഇല്ലാത്തതുകൊണ്ട്. ഇതൊരു ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ഉണ്ട്. എന്നാ ടൈം കളയണ്ട, പോയിട്ടോ. ഓക്കെ മമ്മി, പപ്പ പോവാണ്. ഫിലിക്സ്, എന്നാ നിനക്കൊരു ഗിഫ്റ്റ്. എനിക്കോ? അതെ, നിനക്ക് തന്നെ. നീയാടാ എൻ്റെ യഥാർത്ഥ നൻപൻ. ഏഞ്ചൽ പോലും എനിക്ക് ഇങ്ങനെ ഒന്ന് വാങ്ങിച്ചു തന്നിട്ട്. ആണോടാ? അതെ അതെ. ഇവനല്ലേടി ഏഞ്ചലെ നിന്നോട് മുമ്പേ ഇറക്കിന്റെ കുറ്റം പറഞ്ഞത്. കൊള്ളാലോ. ഫിലിക്സ്, വാ നമുക്ക് പോവാം. ഏഞ്ചൽ ഒന്ന് നിൽക്കാവോ? ഇത് നിനക്കുള്ളതാ. എനിക്ക് ആരുടെ ഒന്നും വേണ്ട. ലൂണ, നീ വാ, പോവാം. ഏഞ്ചൽ എന്താ ഇങ്ങനെ എന്നോട് ബിഹേവ് ചെയ്യുന്നത്? അവൾ അല്ലേലും ഒരു ചാട ടൈപ്പ്. നീ അതൊന്നും മൈൻഡ് ആക്കണ്ട. ഫെലിക്സേ, നീ എൻ്റെ അടുത്ത് വരും കേട്ടോ. അയ്യോടി, ഞാൻ ചുമ്മാ പറഞ്ഞടി. ഏഞ്ചലെ പോവല്ലേ. ഫിലിക്സെ, നിങ്ങളുടെ കൂടെ എന്നെയും കൂടെ കൂട്ടാവോ? എനിക്കിവിടെ അധികം ഫ്രണ്ട്സ് ഒന്നും ഇല്ലായിരുന്നു. ഇല്ല, ഞങ്ങളുടെ കൂടെ ഒന്നും കൂട്ടത്തില്ല. നീ ആ പെണ്ണുങ്ങളുടെ ഇടയിലോട്ട് പോയി നിൽക്കും. നിനക്കാണ് ഫ്രണ്ട്സിനെ കിട്ടാൻ പാട്. ഏഞ്ചലെ ചുമ്മാതിരിക്കും, നീ കൂടിക്കയറിക്കേ. എന്താടി നിനക്ക് അവനോട് ഇത്ര സോഫ്റ്റ് കോർണർ? എടി, അവൻ പാവല്ലേ, അവന് ഫ്രണ്ട്സ് ഇല്ലാത്തോണ്ടല്ലേ അവൻ നമ്മളോട് ചോദിച്ചേ. പിന്നെ അവൻ പാവമല്ല, പാവയ്ക്ക്. എന്തുവാ രണ്ടും കൂടെ ചെവി കടിച്ച് തിന്നുന്നേ? ഒന്നുമില്ല, നിന്നെ എങ്ങനെ തട്ടാന്ന് പ്ലാൻ ചെയ്യുമായിരുന്നു. എന്റെ പൊന്നെ ഏഞ്ചലെ, ചതിക്കല്ലേ, ജീവിച്ച് പൊക്കോട്ടെ. അല്ല ഇറക്കിയ, നീ എന്തിനാ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി വന്നേ? അത് പിന്നെ ഞാൻ ഒരുത്തനെ ഇടിച്ച് അവന്റെ മൂക്കിന്റെ പാലം ചെറുതായിട്ട് അങ്ങ് പൊട്ടി. അപ്പൊ പ്രിൻസിപ്പാൾ വന്ന് ജസ്റ്റ് വാൺ ചെയ്ത് വിട്ട്. അത് കഴിഞ്ഞിട്ട് എന്ത്, രാത്രി ആവുമ്പോൾ പിന്നെയും ഗ്യാങ് ആയിട്ട് വന്നു. ഞങ്ങളും ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ നല്ലതായിട്ട് അങ്ങ് പെരുമാറി. അപ്പൊ പ്രിൻസിപ്പാൾ വന്നിട്ട് പറഞ്ഞ് പെട്ടിയും കിടക്കൊക്കെ എടുത്ത് പൊക്കോ, നിന്നെ ഇനി ഇവിടെ ആവശ്യമില്ല. അങ്ങനെ ഇവിടെ വന്നു. അപ്പൊ നീ ഒരു കൊച്ചു കില്ലാടി തന്നെ. കൊള്ളാം കൊള്ളാം. പിന്നെ എറിക്, ഏഞ്ചൽ, ലൂണ പ്രിൻസിപ്പാളിന്റെ റൂമിലോട്ട് ചെല്ലേ. എന്താ സാറേ ഞങ്ങളെ വിളിപ്പിച്ചേ? നിങ്ങൾക്കൊരു പ്രൊജക്റ്റ് ഉണ്ട്. എന്താ സാർ പ്രൊജക്റ്റ്? ഇതൊരു ബിസിനസ് പ്രൊജക്റ്റ് ആണ്. ഇത് നമുക്ക് കിട്ടിയ നമ്മുടെ കോളേജിനാണ് ബെനിഫിറ്റ്. അതുകൊണ്ട് നിങ്ങൾ മൂന്നുപേരും അയാളെ പോയി കാണണം. സാർ, ഞങ്ങളോ? അതെ, നിങ്ങൾ അവിടെ പോയി അദ്ദേഹത്തെ ഇംപ്രസ് ചെയ്യണം. നിങ്ങളെ കൊണ്ട് പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ സാർ, ഞങ്ങൾ പോവാം. ലൊക്കേഷൻ ഞാൻ വാട്സപ്പ് ചെയ്തേക്കാം. ഓൾ ദ ബെസ്റ്റ് ഗൈസ്. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ, നിങ്ങൾക്ക് പോവാം. അല്ല, നമ്മളിന്നെങ്ങനെ പോവും? അത് എൻ്റെ കാറുണ്ട്, നമുക്ക് മൂന്നുപേർക്ക് ഒരുമിച്ച് കാറിന് പോവാം. ഓക്കെ, എന്നാൽ നമുക്ക് അങ്ങനെ പോവാം. സാർ, നമുക്കിന്നൊരു മീറ്റിംഗ് ഉണ്ട്. അവർ ലൊക്കേഷൻ അയച്ചിട്ടുണ്ട്. ഒരു 11 ആകുമ്പോൾ നമുക്ക് അങ്ങോട്ട് പോകണം. ഓക്കെ. എഡ്വിൻ, നീ വരുന്നുണ്ടോ മീറ്റിങ്ങിന്? ഇല്ല, എനിക്കിന്നൊരാളെ മീറ്റ് ചെയ്യാനുണ്ട്. സോ അതുകൊണ്ട് ഞാൻ വരുന്നില്ല. ഓക്കെ ജോയ്ക്സ്, എന്നാൽ നമുക്ക് പോവാം. നിങ്ങൾ അങ്ങോട്ട് പോക്കോ, ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാം. ഓക്കെ. ഏഞ്ചലെ, ഞാൻ ഒന്ന് റെസ്റ്റ് റൂം വരെ പോയിട്ട് വരാവേ. ഓക്കെ ലൂണ, പെട്ടെന്ന് വരണേ. അവിടെ എന്താ ഒരു സൗണ്ട്? നോക്കണോ? നോക്കിയേക്കാം. ഇങ്ങനെന്ത് ദുഷ്ടാണ്, ഒരു പാവത്തിനായിട്ട് അടിക്കുന്ന കണ്ടില്ലേ? ലൂണാവാ, ടൈമായി. നമ്മൾ ലേറ്റായ അയാളുടെ പാട്ടിന് പോകും. ഏഞ്ചൽ ദേ വരുന്നു. ഒരു ദുഷ്ടം തന്നെ അയാൾ. ഇത്ര നേരം നീ അവിടെ എന്തോ എടുക്കുമായിരുന്നു? ഏഞ്ചൽ, അവിടെ ആണെങ്കിൽ ഒരു മുയലിന്റെ മോന്തയുള്ള ഒരു ദുഷ്ടൻ ഒരു പാവത്തിനെ എടുത്തിട്ട് അടിക്കുമോ, ഞാൻ അത് നോക്കുമായിരുന്നു. എന്നിട്ടെന്തോ അപ്പനാ നീ എന്നെ വിളിച്ചേ? ഇല്ല, ഞാൻ അവനെ ഇടിച്ച് സൂപ്പാക്കിയേന്. ഞാൻ കണ്ടായിരുന്നു കോളേജിൽ കിടന്ന് അവന്മാരുടെ മുന്നിൽ തപ്പി തടയുന്നത്. അത് പിന്നെ അവര് പെട്ടെന്ന് വന്നപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് പേടിച്ചു.
അല്ല ഒന്നുമില്ല. അതെനിക്ക് മനസ്സിലായായിരുന്നു. ഓടിക്കളിയൊക്കെ. അല്ല, എറുക്കെന്തു വായും തുറന്നു നിൽക്കുന്നു? ഇവരെന്താ ഇവിടെ വല്ല പ്രശ്നമുണ്ടോ? ഓ, അതൊരു പിരി ലൂസായ കേസാ. എറിക്, നീ എന്താ നട്ടുപോയ സ്കുറലിനെ പോലെ അവിടെ നിൽക്കുന്നത്? ഒന്നുമില്ല, വാ നമുക്ക് പോവാം. എങ്കിൽ വാ, നമുക്ക് പോയി പ്രൊജക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എനിക്ക് വിശക്കുന്നു. ഈ എറിക്ക് എന്ത് ഇപ്പൊ വരാന്ന് പറഞ്ഞു പോയത്? അവനിപ്പോ വരുമായിരിക്കും. നീ ഒന്ന് അവനെ പോയി നോക്കി. ആ പൊട്ടനെ ഒന്ന് തപ്പിപ്പോയാൽ എനിക്ക് വയ്യ. ഏഞ്ചലെ, പ്ലീസ് എടി, നീ ഒന്ന് പോയി അവനെ നോക്കി. എനിക്ക് വയ്യാത്തോണ്ടല്ലേ. നീ ഇവിടെ നിൽക്കി, ഞാൻ പോയി നോക്കിയിട്ട് വരാം. ആടം, ഞാൻ നിന്റെ പുറകെ എത്ര നാളോട് നടക്കാം? നിന്നെ എനിക്ക് ഇഷ്ടമാണ്ടല്ലേ ഞാനിങ്ങനെ പുറകെ നടക്കുന്നത്. ഞാൻ നിന്നോട് എത്ര തവണ പറഞ്ഞു എൻ്റെ പുറകെ ഇങ്ങനെ നടക്കരുത്, എനിക്ക് നിന്നെ ഇഷ്ടമല്ലെന്ന്. പിന്നെ എന്തിന് ശല്യപ്പെടുത്താനെ കൊണ്ട് പുറകെ നടക്കുമോ? ആടം, എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്. എനിക്ക് നിന്നെ മറക്കാൻ പറ്റത്തില്ല. നിനക്ക് എന്തോ കൊച്ചെ പറഞ്ഞാൽ മനസ്സിലാവത്തില്ലയോ? ഇല്ല, എനിക്ക് മനസ്സിലാവത്തില്ല. എനിക്ക് നിന്നെ തന്നെ വേണം. ഓരോ ശല്യങ്ങൾ ഇറങ്ങിക്കോളും രാവിലെ തന്നെ. അവളടിക്കാൻ താനാരാണോ? അതിന് നീ ഏതാടി? ഞാൻ നിങ്ങളെ മുമ്പേ കണ്ട ഒരുത്തനെ എടുത്തിട്ട് അടിക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ പെങ്കൊച്ചിനോട് ഞാൻ പോലീസിനെ വിളിക്കാൻ പോവാ. നിങ്ങളെ ഞാൻ ജയിലിലാക്കും. നീ ആരേലേക്ക് വിളിക്കടി? എനിക്കെന്തോ വേണം. ആരാ ജയിലിലാണെന്ന് നമുക്ക് കാണാടി. മിസ്റ്റർ ആദം, ഇതാണോ തന്റെ ബിസിനസ്? ഞാൻ എത്ര നേരം കൊണ്ട് വെയിറ്റ് ചെയ്യുക? സാർ, ഇയാളാണോ നിങ്ങളുടെ ബിസിനസ് പാർട്ട്ണർ? ഇയാൾക്ക് ഗേൾസിനെ എങ്ങനെ റെസ്പെക്ട് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. പോരാത്താൻ ഇയാൾ ഒരു ഗുണ്ടയുവാ. വാട്ട്? ഇങ്ങനെ റെസ്പെക്റ്റ് ഇല്ലാത്തയും പഞ്ച്വാലിറ്റി ഇല്ലാത്ത ഒരാളുമായിട്ട് എനിക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ താല്പര്യമില്ല. ഗുഡ് ബൈ. നീ ചെയ്തത് വലിയ തെറ്റാ. നീ കാരണം എനിക്ക് ആ പ്രൊജക്റ്റ് നഷ്ടപ്പെട്ടത്. നിനക്ക് എന്നെ അറിയത്തില്ല. ഈ ആദം ആരാന്ന് ഞാൻ കാണിച്ചു തരാം നിനക്ക്. നീ ഒന്ന് പോയാടാ, ഒരു ആഡം വന്നേക്കുന്നു. ലൂണ, ഞാൻ നിന്നോട് എവിടെ നിൽക്കാനാ പറഞ്ഞത്? നീ പിന്നെന്താ ഇവിടെ നിൽക്കുന്നേ? എടി, ഒരു സീനുണ്ട്. എന്താ പറ്റിയടി? എന്തുവാ നിനക്ക്? എന്താ നീ എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ ഇടപെടാൻ പോന്നെ? അത് പിന്നെ അവൻ ആ കൊച്ചിനെ അടിക്കാൻ വന്നപ്പോ ഞാൻ കയറി പിടിച്ചതാ. ഞാൻ അറിഞ്ഞു ഇത്രയ്ക്ക് വലിയ വള്ളിയാവുമെന്ന്. കൊള്ളാം. എന്തായാലും വഴിയെ പോയ വയ്യാവേലി എടുത്ത് തലയെ വെച്ചിട്ടുണ്ട്. ഇനി എന്തോ ചെയ്യൂടി ഞാൻ? ഇനി ഒന്നും ചെയ്യാനില്ല, വരുന്നിടത്ത് വെച്ച് കാണാം, അത്ര തന്നെ. ഗായ്സ്, എന്നാ നമുക്ക് പോയാലോ? ജാക്സൺ, നാളെ രാവിലെ എനിക്ക് അവളുടെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടിയിരിക്കണം. ഓക്കെ സർ. ആഡം പോയ കാര്യം എന്തായി? അത് നടന്നില്ല. അതെന്താ നടക്കാഞ്ഞേ? അയാൾക്ക് നമ്മുടെ പ്രൊജക്റ്റ് വേണ്ടാന്ന്. ഇതിനെല്ലാം കാരണം അവൾ ഒറ്റൊരുത്തിയ. അതിന് നമ്മളെല്ലാം പറഞ്ഞ് സെറ്റാക്കിയതാണല്ലോ. പിന്നെ ആര് കാരണമാ പോയത്? അവൾ ആരാന്ന് അന്വേഷിച്ചോ? ജാക്സണോട് പറഞ്ഞിട്ടുണ്ട്. നാളെ അവൻ ഡീറ്റെയിൽസ് എല്ലാം എടുത്തു വെക്കും അവളുടെ. ആരാ അവള്? എന്റെ മോനോട്ട് വഴക്കിടാൻ മാത്രം അവളായോ? മമ്മി ഒന്ന് മിണ്ടായിരിക്കും. ഒന്നാമത് അവൻ ദേഷ്യത്തില. അവൾക്ക് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. യാതൊരു ആരാന്ന് അവൾക്ക് അറിയത്തില്ല. അവൾക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ട് എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞു. സാർ, ഇന്നത്തെ ഷെഡ്യൂള് ഇന്ന് വൈകിട്ടൊരു മീറ്റിംഗ് ഉണ്ട്, അത്രേ ഉള്ളൂ. ഓക്കെ, പിന്നെ അവളുടെ ഡീറ്റെയിൽസ് എന്ത് ചെയ്യും? സാർ, കിട്ടിയിട്ടുണ്ട്. അവളുടെ പേര് ലൂണ. ബിസിനസ് സ്റ്റുഡൻ്റ് ആണ്. നമ്മുടെ കോളേജിലാണ് പഠിക്കുന്നത്. പിന്നെ 23 വയസ്സ്. 23 വയസ്സുണ്ടോ? സാർ, അവൾക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ട് ലേറ്റായിട്ടാണ് കോളേജിൽ ചേർത്ത്. ബട്ട് ഷീ ഈസ് ബ്രില്യൻറ്റ്. കോളേജിൽ ടോപ്പ് 3 ആണ്. ഓക്കെ, ഡീറ്റെയിൽസ് വെച്ചിട്ട് ജാക്സൺ പൊക്കോ. ഓക്കെ സാർ. പിന്നെ നമ്മുടെ കുളവായ പ്രൊജക്റ്റ് ഇല്ലേ, അത് എഡ്വിൻ സാറ് പറഞ്ഞ് ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഓക്കെ, നീ പൊക്കോ. മോളെ ലൂണ, ഈ ആദം ആരാന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാടി.